അഭിയുടെയും ജാനകിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മുടേത് അജയ് ആ വിവാഹ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആ വീട്ടുകാരും അതുപോലെ നവവധുവായിട്ട് വരാനിരിക്കുന്ന നമ്മുടെ നിരഞ്ജനയൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. നിരഞ്ജനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജാനകിയാണെങ്കിലോ ഇതിനൊക്കെ പിന്നെ കളിച്ചിരിക്കുന്നത് നമ്മുടെ അപർണയും തമ്പിയുമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകുകയാണ്. നമ്മുടെ അജയ് എന്ന് പറയുന്ന ആ കുറുക്കൻ, അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ അളകാപുരി തറവാട്ടിലുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള അവനിട്ട് നല്ല കിടിലൻ പണി കൊടുത്തിരിക്കുന്നത് നമ്മുടെ തമ്പിയും അപർണയും തന്നെയാണ്. ആ ഹണി റോസ് ആ മണ്ഡപത്തിലേക്ക് എത്തിയ ആ സമയം തന്നെയാണ് ഈ ചെറുക്കനെ അവിടുന്ന് മുക്കിയിരിക്കുന്നത്. അപ്പം അജയെ ലോക്ക് ചെയ്ത് ഈ വിവാഹം മുടക്കാനുള്ള നമ്മുടെ തമ്പിയുടെ ഗൂഢ നീക്കുക. പക്ഷെ തമ്പിയാണെങ്കിൽ ഇത് മുഴുവനും പാവപ്പെട്ട ശരണിന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുകയാണ്. ശരണാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആ കല്യാണ സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ വന്ന് കാറിൽ വന്ന് നമ്മുടെ ശരൺ ഇറങ്ങിയതും അമലാണെങ്കിൽ കട്ടക്കലിപ്പിൽ നിൽക്കുക. അമലിന് നമ്മുടെ അപർണ ചെറിയ ക്ലാസ് ഒക്കെ കൊടുത്തല്ലോ. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് ആ ശരണാണ് ഇത് മുഴുവനും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നോക്ക്, അജയ് രണ്ടാമത്തെ വട്ടമാണ് ഈ വീട്ടുകാരെ ചതിച്ച് പോയിരിക്കുന്നത്. അവൻ അങ്ങനെ പോയതല്ല എന്ന് നിങ്ങളെല്ലാവരും ഉറപ്പിച്ച് പറയുന്ന സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അവനെ കടത്തിക്കൊണ്ടുപോയത് ശരണായിരിക്കും എന്നുകൂടി നമ്മുടെ അപർണ അമലിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പം അമലും വിശ്വസിച്ചിരിക്കുകയാണ് പെങ്ങളുടെ ഭർത്താവ് തന്നെയാണ് യഥാർത്ഥ പ്രതി എന്ന്. അങ്ങനെ അമല് നമ്മുടെ അജയ് അല്ല ശരണിനെ കണ്ട പാടെ തന്നെ ശരണിന്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു ചെല്ലുകയാണ്. എടാ സത്യം പറയടാ, നീ എൻ്റെ അനുജത്തിയുടെ ഭർത്താവായത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഈ അളകാപുരി തറവാട്ടിലുള്ളവരെ മുഴുവനും ഇത്ര ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടാനാണ്? സത്യം പറയും, അവൻ എവിടെ, അജയ് എവിടെയെന്ന് ചോദിക്കുക. എൻ്റെ ഏട്ടനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ പൊട്ടം കളിക്കുകയാണെന്നൊക്കെ പറയുമ്പം നിങ്ങളെല്ലാവരും എന്തിനാ എൻ്റെ മെക്കിട്ട് കയറുന്നത്, ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പാവം നമ്മുടെ ശരൺ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ആരും തന്നെ കേൾക്കുന്നില്ല. തമ്പിയാണെങ്കിൽ അവിടെ അടുത്ത പദ്ധതിയായിട്ട് വരിക. തമ്പി നേരെ വന്ന് നമ്മുടെ ശരണിന്റെ കുത്തിരി പിടിച്ചു. എന്നിട്ട് അവനോട് ചോദിക്കുക, എടാ സത്യം പറയും, നീ തന്നെയല്ലേ അവനെ തട്ടിക്കൊണ്ടുപോയത്? നീ കഴിഞ്ഞ ദിവസം അളകാപുരി തറവാട്ടിൽ വന്ന് അജയായിട്ട് വഴക്കുണ്ടാക്കിയില്ലേ? അതിന്റെ പേരിലല്ലേ നീ അവനെ തട്ടിക്കൊണ്ടുപോയത്? സത്യമായിട്ട് പറയും. സൂര്യനാരായണ, താൻ ഇങ്ങനെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ചോദിക്കേണ്ട രീതിയിൽ തൻ്റെ മരുമോനോട് ചോദിക്കണോ? അല്ലാതെ ഈ കുറ്റവും കൂടി ഈ പാവപ്പെട്ട തമ്പിയുടെയും മകളുടെയും തലയിൽ വെച്ച് കെട്ടാന്നൊന്നും ഇവിടെയുള്ള ആരും വിചാരിക്കണ്ട. അപ്പം നമ്മുടെ ജാനകിക്ക് ചില സംശയങ്ങൾ വരിക. ശരൺ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജാനകി ചോദിക്കുമ്പോൾ ശരൺ പറയുമല്ലോ. ജാനകിയൊക്കെ അവിടെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ജാനകി പതുക്കെ നമ്മുടെ ശരണിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ശരണിനോട് ചോദിച്ചു, ശരണെ, നീ അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? എൻ്റെ പൊന്നു ജാനകിയെടുത്തി, ഞാൻ അങ്ങനെയുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല അവൻ എവിടെ പോയതാണെന്ന്. എന്തായാലും ഞാൻ അന്വേഷിക്കാം, അല്ലാണ്ട് എനിക്കിതിനൊന്നും ഉത്തരം അറിയില്ല. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം ഈ ജാനിയേട്ടത്തിയോട് പറയും. ഏട്ടത്തി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് ജാനകി പറയുകയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ ശരൺ അത് കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി അവൻ ഇതിലൊരു പങ്കും ഇല്ലാന്ന്. അവൾ വിചാരിച്ച പോലെ തന്നെ അപർണയും അവളുടെ അച്ഛനും കൂടി നടത്തുന്ന വൃത്തികെട്ട ഒരു നാടകമാണ് ഇതെന്ന്. അധിക സമയമൊന്നും വേണ്ട നമ്മുടെ ജാനകി അത് തെളിയിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം ഇതിനൊപ്പിച്ച് നമ്മുടെ നിരഞ്ജനയാണെങ്കിൽ ഇനി താൻ എന്ത് ചെയ്യും? തൻ്റെ സകല വിശ്വാസങ്ങളും തകർത്ത് കളഞ്ഞില്ലേ? അജയ് തന്നെ ഉപേക്ഷിച്ചിട്ടല്ലേ ഇവിടുന്ന് പോയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ നമ്മുടെ ജാനകിയുടെ അടുത്ത് ചെല്ലുക. ജാനകിയെടുത്തി, നിങ്ങൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ച്, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ അവന് വേണ്ടിയിട്ട് വീണ്ടും അവൻ്റെ മണവാട്ടി ആവാൻ ഒരുങ്ങിയതാ. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? ജാനകിയേട്ടത്തി പറയുന്നത് ഒന്നും ഫലിക്കില്ല, ഏട്ടത്തി പറഞ്ഞ വാക്കുകളൊന്നും സത്യമാവില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് നിന്ന് ഭയങ്കര സെന്റിമെന്റ്സ് അടിക്കുക.
അപ്പം ജാനകി ആണെങ്കിലോ, എൻ്റെ മോളെ നീ വിഷമിക്കണ്ട, അവൻ വരും, അവൻ അരമണിക്കൂറിനുള്ളിൽ ഇവിടെ വരും. അഭിയേട്ടൻ പോയിട്ടുണ്ട് അന്വേഷിക്കാനായിട്ട്. പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് ആരാണെങ്കിലും ഞാൻ പിടിച്ചിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ മാസ് ഡയലോഗ് പോലെ മണിച്ചിത്ര പൂട്ടിട്ട് പൂട്ടും എന്നുള്ള രീതിയിൽ നമ്മുടെ ജാനകി അവിടെ വലിയ ഡയലോഗൊക്കെ അടിക്കുക. തമ്പി മോളും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് അഭിയുടെയും ജാനകിയുടെയും നാളത്തെ വിശേഷത്തിൽ വരുന്നത്. എന്തായാലും കല്യാണ ചെക്കനെ കണ്ടുപിടിക്കും, അടുത്ത ആഴ്ചയെങ്കിലും വിവാഹം നടക്കും എന്നുള്ള രീതിയിലാണ് ആ പ്രമോ വന്നിരിക്കുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് രാവിലെ വരാം. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.